പത്തനംതിട്ടയിൽ വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയിലാണ്. പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിജയത്തിൽ. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ഒരാളിനെ നിയോജകമണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീർഘകാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി എന്ന നിലയിലും പൊതുപ്രവർത്തനം എന്ന നിലയിലുമൊക്കെ തന്നെ വൈവിധ്യമാർന്ന ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തുടക്കം മുതലേ ഒരു മേൽക്കൈ ഡോക്ടർ തോമസ് ഐസക്കിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന കാര്യം രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ പൊതുവായ വികസനത്തിന് എങ്ങനെ സഹായകരമാകുന്ന നിലപാടുകൾ ഭാവിയിൽ എടുക്കാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ട്. ആ വിഷൻ അവതരിപ്പിക്കുന്നുണ്ട് വളരെ നന്നായിട്ട്. അപ്പോൾ ആ രണ്ട് ഘടകങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, LDF ഗവൺമെൻറ് കാലയളവിൽ ഇപ്പം കാഞ്ഞിരപ്പള്ളിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കാഞ്ഞിരപ്പള്ളിയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ജനങ്ങളോട് പറയാറുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്ക് ഈ കിഫി മുഖേന നടപ്പാക്കിയ പദ്ധതികളാണ്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സ്പോർട്സ് സ്കൂളാണെങ്കിലും, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ കാത്തിലാവാണെങ്കിലും, ഗ്രാമീണ റോഡ് വികസനമൊക്കെ ആണെങ്കിലും, ഈ സ്പോർട്സ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കിഫിയുടെ വലിയ സപ്പോർട്ടുണ്ടായി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തോമസ് ഐസക്കിൻ്റെ കാലത്ത് അദ്ദേഹം കൊണ്ടുവന്നൊരാശയം, അത് പ്രാവർത്തികമാക്കിയപ്പോൾ ഉണ്ടായ ഗുണഫലം നമ്മുടെ പ്രദേശത്തും നമ്മുടെ മേഖലകളിൽ, ഇവിടെ മാത്രമല്ല, കാരണം എല്ലാ നിയോജക മണ്ഡലങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വളരെ പ്രധാനത്തോടുകൂടി ആ വികസന പ്രവർത്തനങ്ങൾ എന്തായാലും 7.5 വർഷക്കാലം കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിലും നമ്മുടെ നാടിൻ്റെ വികസനത്തിനുണ്ടായ മാറ്റങ്ങളെന്നുള്ളത് വളരെ കൃത്യമായി ജനങ്ങളോട് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രത്യേകിച്ച് ഇതിൽ ഇടത്തരക്കാർ, മിഡിൽ ക്ലാസ് ആൾക്കാരാണ് കൂടുതലും, മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിയോജക മണ്ഡലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേഖലയിൽ എങ്ങനെ ഇടപെടുന്നു, അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ എങ്ങനെ അത്, അല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാനും അത് സ്വയം ഉൾക്കൊള്ളാനുമൊക്കെ കഴിയുന്നൊരു വലിയ സമൂഹമാണ് നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആകെ ഉണ്ടാകുന്ന ദേശീയ തലത്തിലുണ്ടാകുന്ന ഈ ദേശീയ ഗവൺമെൻറ്, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകിച്ച് ഇവിടുത്തെ റബ്ബർ കൃഷിക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ ജീവിതത്തെയൊക്കെ തന്നെ എങ്ങനെ ബാധിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനും ഇടപെടാനും അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ 15 വർഷക്കാലമായി വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പത്തനംതിട്ട വളരെയേറെ പുറകോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആക്ഷേപം. അത് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, പൊതുവെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ 3-4 ഫാക്ടറുകൾ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മറ്റൊന്ന്, 7 അസംബ്ലി സെഗ്മെൻറ്റ്സ് ആവുന്നത്. ഈ 7 അസംബ്ലി സെഗ്മെൻറ്റ്സ് LDF ആണ് അവിടുത്തെ ജനപ്രതിനിധികൾ. ഭൂരിപക്ഷം വരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ LDFിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ എല്ലാ അർത്ഥത്തിലും LDFിന് മേൽക്കൈയുള്ള ഒരു നിയോജകമണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയ കാര്യത്തിലില്ല. അദ്ദേഹത്തിന് മികച്ച ഒരു ലീഡോടുകൂടി തന്നെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാമായിരുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് എത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപം, ഒരു പരാതി പൊതുവെ പബ്ലിക്കിൻ്റെ ഇടയിലുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയാണെങ്കിലും സെൻട്രൽ റോഡ് ഫണ്ടാണെങ്കിലും നമ്മുടെ ഇവിടെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മുടെ ഈ മേഖലയിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റും ഇല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റബ്ബറിൻ്റെ വിലയിടവുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെല്ലുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാരുടെ, ഇടത്തരം കൃഷിക്കാരുടെ മേഖലയാണ്.
വളരെ പ്രാധാന്യത്തോടെ അവരതിനെ വളരെ ഗൗരവമായി കാണുന്നു. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, തൊഴിൽ ഇല്ലായ്മ ഒരു വലിയ വിഷയമാണ്. ഡോക്ടർ തോമസ് ഐസക് മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം, തൊഴിൽ സാധ്യതകൾ എങ്ങനെ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും വിദ്യാഭ്യാസം മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് അതിനനുസരിച്ചുള്ള ഒരു നൈപുണ്യം കൂടി ഒരു നേടിയെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വിഷൻ, ഇവിടെയുള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ളൊരു മാർഗം തീർച്ചയായിട്ടും അത് MP ആണെങ്കിൽ അത്തരം ആശയങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ 2-3 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വികസനം ഒരു ചർച്ചയാണ്. അതോടൊപ്പം തന്നെ റബ്ബറിൻ്റെ വിലയിടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട രൂക്ഷമായ പ്രശ്നമാണ്. അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. UDF ഒരു മുങ്ങാൻ പോകുന്ന കപ്പലാണ് ഉള്ളത് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് വേണം എന്നുള്ളതിനകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസം. കാരണം BJPക്കെതിരെ ബദലിനെ നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുമായിരുന്നു. പക്ഷെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന ഈ പഠനപിണക്കങ്ങളും ഭിന്നതകളും അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടുള്ള അവരുടെ ദൗർബല്യവുമെല്ലാം ഒരു വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ, മാത്രമല്ല ഇപ്പം പൗരത്വാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നമ്മുടെയൊക്കെ ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അവിടെയൊക്കെ കാണിച്ചൊരു മൗനമുണ്ട്. ആ മൗനം യഥാർത്ഥത്തിൽ മൗനം എപ്പോഴും ഒരു അപകടകാരിയാണ്. സംസാരിക്കാനുള്ളത് സംസാരിച്ചില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന മൗനം വളരെ അപകടകാരിയാണ്. ആ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സംബന്ധിച്ച് ഒരുപാട് ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ഒരു ഇടതുപക്ഷ ബദലെന്ന് പറയുന്നത് വളരെ ആവശ്യകതയാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പാർലമെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത്, കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് നമ്മൾ കണ്ടതാണ്. ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ പലപ്പോഴും കോൺഗ്രസ് ഒളിച്ചോടി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. ഈ MP മാരെന്ന നിലയിലാണെങ്കിൽ പോലും റബ്ബറിൻ്റെ വിലയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ASEAN കരാർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ UPA ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊക്കെ ആ നിലപാടുകളൊക്കെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു മതേതരത്വ സംവിധാനം എന്ന നിലയിലൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തലിക്കാര്യം. മുൻ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ BJPയിലാണ്. ഇതേ അവസ്ഥ ഇനിയും തുടരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഒരു പരാജയത്തിൻ്റെ വിഷയം പ്രമുഖരായ പല ആളുകളുടെയും അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ടവരൊക്കെ BJPക്ക് പോകുന്നു. ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന ഒരാൾ കുറേ കഴിയുമ്പോൾ, ഉച്ച കഴിയുമ്പോൾ BJPയിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. ഈ ഭയപ്പാടാണ് നമ്മൾ പറയുന്നൊരു കാര്യം. ഈ കോൺഗ്രസ്സിന് തകർച്ച ഉണ്ടായാലും ഉണ്ടാകുന്നൊരു കുഴപ്പം, കോൺഗ്രസ്സിലെ ആളുകൾക്ക് പിന്നീട് BJPയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിന് നാശം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഇല്ലാതാകണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം കോൺഗ്രസ് സ്വയം ഒരു ബോധ്യത്തിലേക്ക് വരണം. എവിടെയാണ് അവർക്കുണ്ടായ തകരാറെന്നുള്ളത് അവർ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. അവരോടൊപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന വലിയൊരു ജനസാമാന്യം കോൺഗ്രസ്സിൽ നിന്ന് അകന്നു പോകുന്നു. അവരുടെ ലീഡർഷിപ്പ് കൃത്യമായി അവർക്ക് ആളുകളെ കൂടെ നിർത്താനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുന്നതാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നല്ലത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഒരു നിലപാട്, അവരുടേതായ ഏജൻസികളെല്ലാം വെച്ച് ആളുകളെ ഭയപ്പെടുത്തി അവരുടെ ചേരിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഈ എതിരാളികളെ ഒതുക്കി ഉള്ള ഒരു രാഷ്ട്രീയമാണ് ഇപ്പം BJP എടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം. അത് അപകടകരമായ രാഷ്ട്രീയമാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ഇങ്ങനെ കൂടുതൽ ചേക്കേറുന്നത് എന്താണ് പ്രധാനപ്പെട്ട കാരണം, എന്താണെന്ന് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങൾ എൻ്റെ പിന്നിൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പിന്നെ ആദർശപരമായിട്ട് പോയതാണ്. ഇന്നലെ വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, കോൺഗ്രസിൻ്റെ വലിയ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകൾ, അവർ മറുഭാഗത്തേക്ക് പോകുമ്പോൾ, കോൺഗ്രസ്സിന് നേരെ വിരുദ്ധമായ നിലപാടുകളുള്ള BJP പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവരേതോ ഭാഗ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നുകൊണ്ടായിരിക്കാം.
അല്ലാതെ ആദർശാധിഷ്ഠിതമായ ഒരു നിലപാടെടുക്കുന്നതാണെന്ന് നമുക്കൊരു വിശ്വസിക്കാൻ കഴിയില്ല. അനിൽ ആന്റണി BJP-യിലേക്ക് പോയത് AK ആന്റണിയുടെ അറിവോടെയാണോ എന്നാണോ തോന്നുന്നത്? AK ആന്റണിയെ ദീർഘകാലമായിട്ട് നമ്മൾ വിലയിരുത്തിയൊരു കാര്യത്തിൽ അദ്ദേഹം കുറേ ആദർശനിഷ്ഠയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് നമ്മളെപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആകണമെന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നൊരു കാരണം കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായി, അതുകൊണ്ടാണ് അദ്ദേഹം BJP-ക്ക് പോകുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം വേണ്ട എന്ന് വെച്ച് മറ്റൊരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിൽക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിനകത്ത് പൊതുവേ ഉള്ളൊരു പ്രശ്നം, രാഷ്ട്രീയത്തിലെ നിലപാടുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളൊരു പൊതുസമൂഹത്തിൻ്റെ പൊതുവായ നിലപാടുകളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് എപ്പോഴും നല്ല രാഷ്ട്രീയം. അപ്പോൾ ഇവിടെയൊക്കെ ഇത്തരം വിഭാഗീയമായി ചിന്തിക്കുന്നവരോടൊപ്പം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ അങ്ങനെ മാറിപ്പോകുമ്പോൾ കോൺഗ്രസ്സെ സ്വയം ചിന്തിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മറ്റൊന്ന്, അങ്ങനെ പോകുന്ന ആളുകൾ കൂടി അവരെടുക്കുന്ന നിലപാടുകൾ പൊതുവെ രാജ്യത്തിൻ്റെ ഗുണകരമാണോ രാഷ്ട്രീയത്തിന് ഗുണകരമാണോ എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയം ഒരിക്കലും വ്യക്തിയാധിഷ്ഠിതമായൊരു പ്രവർത്തനമല്ലല്ലോ. അതൊരു പൊതുവായ ആത്മനിഷ്ഠാപരമായ നിലപാടുകളല്ലല്ലോ രാഷ്ട്രീയത്തിൽ വേണ്ടത്. രാഷ്ട്രീയത്തിൽ വേണ്ടത് പൊതുവായ നിലപാടുകളാണ്, പൊതുസമൂഹത്തിൻ്റെ നന്മയാണ്. അതാണ് ഒരു രാഷ്ട്രീയം, അതാണല്ലോ യഥാർത്ഥത്തിൽ. ആ നിലപാടുകൾക്ക് വിരുദ്ധമായി ചിന്തിക്കുമ്പോൾ അത് രാഷ്ട്രീയമെന്ന് പറയാൻ പറ്റുകയില്ല. അതൊക്കെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാത്രം നമുക്കതിനെ കാണാൻ കഴിയും. PC ജോർജിനെ BJP എന്തുകൊണ്ടാണ് തഴഞ്ഞതെന്നാണ് താങ്കൾ കരുതുന്നത്? അതവരുടെ ഒരു ആഭ്യന്തര വിഷയമായിരിക്കാം. പിന്നെ PC ജോർജ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ എല്ലാ വിഭാഗത്തെയും പൊതുവെ പിണക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിലും ഭാഷയിലും ഒക്കെ തന്നെയുണ്ട്. അത്തരം ആളുകളെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ജോർജിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അത് അവരുടെ ഒരു ആഭ്യന്തര വിഷയമായപ്പോൾ ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥി ആരാക്കണം തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ അവർക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. എങ്കിലും പുള്ളിയുടെ ഒരു പൊതു സമീപനവും ഇടപാടും ഒക്കെ ആയിരിക്കാം പുള്ളിയെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുണ്ടായ സാഹചര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കുകയാണ്. എങ്ങനെയാണ് ആ മത്സരത്തെ താങ്കൾ വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് മത്സരിക്കരുതായിരുന്നു അദ്ദേഹം. കാരണം വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായി ഇടതുപക്ഷം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി അതേ മുന്നണിയുടെ ഒരു പ്രമുഖനായ നേതാവ് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന് ആ ചോദ്യം വളരെ പ്രസക്തമായി ഉയർത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായി അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും തലമുറകളായി അവർ മത്സരിച്ചിരുന്ന മണ്ഡലങ്ങൾ വടക്കേ ഇന്ത്യയിലുണ്ട്. ആ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാതെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വന്ന് അവരെ പരാജയപ്പെടുത്തി എന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അവിടേക്ക് ഒരു ആത്മാർത്ഥതയുടെ കുറവുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരുമിച്ച് നിൽക്കേണ്ടതായ സംവിധാനത്തിൻ്റെ പ്രമുഖ ആളുകൾ, അതേ മുന്നണിയിൽപ്പെട്ട ആളുകൾ മത്സരിക്കുന്നത് വന്ന് അത് അവരുടെ നാടുമല്ല, അവരുടെ സംസ്ഥാനവുമല്ല. മറ്റ് മണ്ഡലങ്ങൾ വളരെ സേഫായി കിടക്കുമ്പോഴും ഇവിടെ വന്ന് ഈ മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ പോകുന്നത് അതൊരു ശരിയായ രീതിയല്ല സത്യത്തിൽ. പക്ഷേ ഇന്ത്യയിൽ ആർക്കും എവിടെയും മത്സരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ എങ്കിലും രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിലെ നിലപാടുകൾ എന്ന് പറയുന്നത് വ്യക്തിയാധിഷ്ഠിതമായ നിലപാടുകളാകാൻ പാടില്ല. അതങ്ങനെ ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കുറേ കൂടി വിശാലമായിരിക്കണം. ആ വിശാലമായ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ അതിനെ ഹനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വവും വരവും ഒക്കെ തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF പിളരുമെന്ന് തോന്നുന്നുണ്ടോ? UDF ഇപ്പോഴേ വളരെ ദുർബലപ്പെട്ടൊരവസ്ഥയാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ UDFിൻ്റെ തകർച്ച തുടങ്ങുന്നത് കേരള കോൺഗ്രസ്സൊക്കെ മുന്നണിയിൽ നിന്ന് മാറിയ ശേഷമാണ്. മാറിയതെന്ന് പറയാൻ ഞങ്ങൾ മാറിയതല്ല, ആ മുന്നണിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയതാണ്. ആ സമയത്ത് എന്തിനാണ് പുറത്താക്കിയതെന്നുള്ളത് കൃത്യമായ ഉത്തരം പോലും അവർക്ക് പറയാനായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം ഒരു സുപ്രഭാതത്തിൽ വർഷങ്ങളായി കൂടെ നിന്നിരുന്ന ആളുകളെ ആ മുന്നണിയുടെ ഭാഗമായി യാതൊരു വ്യവസ്ഥയുമില്ലാതെ ഞങ്ങളെ പുറത്താക്കി.
പക്ഷേ അന്ന് തൊട്ട് ആരംഭിച്ചതാണ് കേരളത്തിലെ UDF കഷ്ടകാലം. കേരള കോൺഗ്രസ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസിനെ വിശ്വസിക്കുകയും കേരള കോൺഗ്രസിനോടൊപ്പം സഞ്ചരിക്കുകയും സൈലൻ്റായി നിശബ്ദമായി കേരള കോൺഗ്രസ് പാർട്ടിയോടും അതിൻ്റെ KM മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടും ഒക്കെ തന്നെ ആത്മബന്ധം പുലർത്തുന്ന വലിയൊരു സമൂഹമുണ്ട്. മാത്രമല്ല കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, ഒരു അനീതി കാണിച്ചാൽ ആ അനീതിക്കെതിരെ എപ്പോഴും ഒരു മനസ്സ് തുറക്കുന്നവരാണ് കേരളത്തിലെ ആളുകൾ. കേരളത്തിലെ UDF കേരള കോൺഗ്രസിനോട് കാണിച്ചത് തീർച്ചയായിട്ടും നീതിയില്ലാത്ത അനീതിപരമായൊരു നിലപാടാണ്. ആ നിലപാട് എന്നെടുത്തോ അന്ന് മുതൽ അവരുടെ കഷ്ടകാലം ആരംഭിച്ചതാണ്. വളരെ ദുർബലമായ, പ്രത്യേകിച്ച് PJ ജോസഫ് വിഭാഗവും ഞങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ജനപിന്തുണ ഏറെയുള്ളത് ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തിനാണ്. ആ വിഭാഗത്തെ പുറത്താക്കി ഞങ്ങളെ പെരുവഴിയിൽ തള്ളുമെന്നൊക്കെയാണ് ഇവർ പലരും ധരിച്ചിരുന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് ആശ്രയമില്ലാതെ ഞങ്ങളേതോ പെരുവഴിയിൽ പോകുന്നു. ആ സമയത്താണ് ഇടതുപക്ഷ മുന്നണി ഞങ്ങൾക്ക് 2 കൈ നീട്ടി ഞങ്ങളെ സ്വീകരിച്ചത്. ഞങ്ങളാ മുന്നണിയിൽ വന്നു. രണ്ടാമത്തെ ഊഴത്തിൽ ഞങ്ങളൊരു ഭാഗമായി. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആളുകൾ മുഴുവൻ സജീവമായി രംഗത്തുണ്ട്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് എവിടെ നിൽക്കുന്നു ആ നിലപാടുകളോട് കൃത്യമായ ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാണ്, ഒരു പ്രവർത്തന ശൈലിയാണ്. അതുകൊണ്ട് തന്നെ UDF ഇനിയും UDF കക്ഷികൾ പോയി കൂടായികയൊന്നുമില്ല. കാരണം മുമ്പേ പറഞ്ഞതുപോലെ ഈ ആളുകൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് UDFനകത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ UDF നിന്ന് ഇടതുപക്ഷത്തേക്ക് താങ്കൾ വന്നപ്പോൾ എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? പ്രവർത്തനത്തിൻ്റെ ശൈലിയിലുണ്ടായ വ്യത്യാസം വളരെ ആത്മാർത്ഥം. LDF പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടൊരു പ്രത്യേകത, അവരുടെ പ്രവർത്തകരും അവർ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികളോടും കാണിക്കുന്ന വളരെ നല്ല സമീപനം, അവരെ കൂടെ ചേർത്ത് നിർത്താൻ കാണിക്കുന്ന വലിയൊരു സമീപനം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ എട്ടുകാലികളല്ലല്ലോ, കൂടെ നിൽക്കുന്നവനെ തിന്നുന്നതല്ലല്ലോ നമ്മുടെ ഒരു രാഷ്ട്രീയം. LDF രാഷ്ട്രീയത്തിൽ ഞങ്ങളോട് അവർ നല്ലൊരു സമീപനമാണ്. അർഹമായ അംഗീകാരം തരികയും അർഹമായ രീതിയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. 2, പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ ഞാനൊക്കെ ഇവിടെ LDFിലേക്ക് ഞാൻ UDF കാൻഡിഡേറ്റായിട്ടാണ് ഇവിടെ മത്സരിച്ചതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഞാനൊരു കേരള കോൺഗ്രസിന് പുതുതായിട്ട് വന്നൊരു കക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല LDF ആളുകൾ കണ്ടത്. അവരുടെ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ പാർട്ടി പ്രമുഖ പാർട്ടി കക്ഷികളെല്ലാം തന്നെ CPM ഉൾപ്പെടെ അവരുടെ ഒരു നിലപാടും പ്രവർത്തന ശൈലി അതായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ വളരെയേറെ സുരക്ഷിതരാണ്, വളരെ സേഫാണ്, ഞങ്ങൾ വളരെ സംതൃപ്തരാണ് ഈ മുന്നണി സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല.